നമ്മൾ ഡെയിലി ഇൻസ്റ്റാഗ്രാമിലൂടെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ പലരുടെയും ഫീഡിൽ കണ്ടുവരുന്ന ഒരു ടൈപ്പ് ഓഫ് ഇമേജാണ്. അതായത് ഈ വിൻറ്റേജ് എഫക്റ്റ് അല്ലെങ്കിൽ റെട്രോ ലുക്ക്, 90s എഫക്റ്റ് എന്നൊക്കെ നമ്മൾ പറയും. അങ്ങനത്തെ ഒരു വിൻറ്റേജ് ടൈപ്പിലുള്ള ഇമേജസ് നമ്മൾ പലരുടെയും പ്രൊഫൈലിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആലോചിച്ചിട്ടുണ്ടാവും എങ്ങനെയായിരിക്കും ഞാൻ ഒരു ഫോട്ടോനെ ഈ വിൻറ്റേജ് എഫക്റ്റിൽ എഡിറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനത്തെ ഒരു ആപ്ലിക്കേഷൻ വെച്ചായിരിക്കും അത് ചെയ്യുന്നതെന്ന്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഈ റെട്രോ ലുക്ക് അല്ലെങ്കിൽ ഈ 90s ലുക്ക് തരുന്ന അടിപൊളി ക്യാമറ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻസ് ആണ്. അപ്പോൾ നമുക്ക് ഇൻട്രോ റോൾ ചെയ്യാം, വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അനലോഗ് പാലറ്റ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ ഞാൻ ഈ ലിസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യാനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല ആപ്ലിക്കേഷനും ലഭിക്കുന്ന പോലെ ചറപറ ഫിൽറ്റേഴ്സ് ഇതിനകത്തില്ല. വെറും 12 ഫിൽറ്റേഴ്സാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. അതെല്ലാം പക്ക വിൻറ്റേജ് ഫിൽറ്റേഴ്സാണ്. നമുക്ക് ഒരു ഇമേജ് നമ്മൾ ഇതിലോട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ വരുന്ന 12 ഫിൽറ്റേഴ്സും അടിപൊളിയായിട്ട് തോന്നും. അതായത് നമുക്കിതിന് ഏത് സെലക്ട് ചെയ്യണമെന്നൊരു കൺഫ്യൂഷനായിട്ട് വരും. എന്നാലും എല്ലാ പ്രിസെറ്റ്സും അല്ലെങ്കിൽ എല്ലാ ഫിൽറ്റേഴ്സും നമ്മുടെ ഇമേജിനെ പ്രോപ്പറായിട്ട് സ്യൂട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ 12 ഫിൽറ്റേഴ്സ് നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വരുന്ന സെക്ഷൻ എന്ന് പറയുന്നത് അഡ്ജസ്റ്റ് ബാർ ആണ്. അതിനകത്ത് നമ്മുടെ ലൈറ്റ് റൂമിലൊക്കെ ലഭിക്കുന്ന പോലെ ബേസിക്കായിട്ട് നമുക്ക് ഇമേജ് എഡിറ്റ് ചെയ്യാൻ ആവശ്യമുള്ള ഈ ബ്രൈറ്റ്നസ്, കോൺട്രാസ്റ്റ്, ഹൈലൈറ്റ്, ഷാർപ്നെസ് എന്നിങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള ടൂൾസ് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷനകത്തിലേക്ക് ലഭിക്കും. യൂസർ ഇൻ്റർഫേസിനെ പറ്റി പറയാൻ വെച്ചാൽ വളരെ മിനിമൽ ആയിട്ടുള്ള ഒരു യൂസർ ഇൻ്റർഫേസ് ആണ്. രണ്ട് സെക്ഷൻ ആണല്ലേ, ഒരെണ്ണം ഫിൽറ്റർ സെക്ഷനും ഒരെണ്ണം അഡ്ജസ്റ്റ് സെക്ഷനും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് തീർച്ചയായും നല്ല അടിപൊളി വിൻറ്റേജ് ഇഫക്ട്സ് ഉള്ള ഇമേജസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ആപ്ലിക്കേഷനെ പറ്റി ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ്. ഇതൊരു ഫ്രീ ആപ്ലിക്കേഷനാണ്. ഇതിൽ ഒറ്റ ഫിൽറ്റേഴ്സോ അല്ലെങ്കിൽ എഡിറ്റിംഗ് ഓപ്ഷൻസോ ഒന്നും പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്ന ആപ്ലിക്കേഷൻ. അപ്പോൾ ഈ ലിസ്റ്റിലെ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ്റെ പേരെന്ന് പറയുന്നത് കോഫി എന്നാണ്. എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഈ എഡിറ്റിംഗ് ആപ്ലിക്കേഷന് കോഫി എന്ന് പേരിട്ടിട്ടുള്ളത്. പക്ഷേ നമുക്ക് പോയിന്റിലോട്ട് വരാം. നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എഡിറ്റ്, ക്യാമറ, ഗ്രിഡ്, സ്റ്റിക്കേഴ്സ്, പിന്നെ ഫ്രീ സ്റ്റൈൽ എന്ന് പറഞ്ഞ 5 ഓപ്ഷൻസ് ആണ്. അതായത് നിങ്ങൾക്കൊരു കംപ്ലീറ്റ് എഡിറ്ററായിട്ട് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷനെ വേണമെങ്കിൽ കണക്കാക്കാം. പിന്നെ വരുന്നത് നമ്മൾ എഡിറ്റ് സെക്ഷനിലോട്ട് പോകാൻ കഴിഞ്ഞാൽ ആദ്യത്തെ ടാബ് വരുന്നത് ഫിൽറ്റർ സെക്ഷനാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് ഏകദേശം 100ഓളം ഫിൽറ്റേഴ്സ് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഏകദേശം ഒരു 10-20 ഫിൽറ്റേഴ്സൊക്കെ പ്രീമിയമാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇൻ ആപ്പ് പർച്ചേസ് വഴി പർച്ചേസ് ചെയ്യേണ്ട ഫിൽറ്റേഴ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി ഈ ആപ്ലിക്കേഷൻ നല്ല ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പർച്ചേസ് ചെയ്തിട്ട് ആ ഫിൽറ്റേഴ്സൊക്കെ നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. പിന്നത്തെ ടാബ് വരുന്നത് ടെക്സ്ചറാണ്. അതിനകത്ത് നമുക്ക് കളർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, ഓവർലേ ലൈറ്റുകളുണ്ട്, ടെക്സ്ചർ ഉണ്ട്, ഗ്ലിച്ച് ഉണ്ട്, അതുപോലെ തന്നെ ലോമോ എന്ന് പറഞ്ഞ ഒരു സെക്ഷനും കൂടി ഉണ്ട്. കളർ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേവറേറ്റ് കളർ നിങ്ങൾക്ക് ഈ ഇമേജിൻ്റെ ഒരു ഓവർലേ ആയിട്ട് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ലൈറ്റ് ലീക്സിൻ്റെ ഒരു ഓപ്ഷൻ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് തരം ലൈറ്റ് ലീക്സ് നിങ്ങൾക്ക് ഈ ഇമേജിൻ്റെ മുകളിലോട്ട് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ വരുന്നത് ഡസ്റ്റ് ആൻഡ് സ്ക്രാച്ചസും ഗ്ലിച്ചസ് അതുപോലത്തെ എഫക്റ്റുകളാണ്. നിങ്ങൾക്ക് 3D ഗ്ലിച്ചസോ അല്ലെങ്കിൽ ഡസ്റ്റൊക്കെ നിങ്ങളുടെ ഇമേജസിലോട്ട് ആഡ് ചെയ്യാം. പിന്നെ ലോമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലത്തെ ഒരു ഓവർലേ ടെക്സ്ചറാണ് നിങ്ങൾ നിങ്ങളുടെ ഇമേജിന് മുകളിൽ കൊടുക്കുന്നത്. അപ്പോൾ വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണിത്. പിന്നെ നിങ്ങൾക്ക് വരുന്നത് അഡ്ജസ്റ്റ് എന്ന് പറഞ്ഞൊരു സെക്ഷനാണ്. ബാക്കി എല്ലാ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻസിൻ്റെയും പോലെ നിങ്ങളുടെ ബേസിക് എഡിറ്റിംഗ് നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഒരു ടാബാണിത്. പിന്നെ വരുന്നത് പ്രിസെറ്റ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. നിങ്ങളുടെ ഫേവറേറ്റ് ഇമേജ് എഡിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കതൊരു പ്രിസെറ്റായിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ വട്ടവും അത് നിങ്ങളൊരു ഫിൽറ്റർ അപ്ലൈ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ഈ പ്രിസെറ്റ് നിങ്ങളുടെ ഇമേജിന് മുകളിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ എന്താ പറയുക, സേവിങ് ദി ബെസ്റ്റ് ഫോർ ദി ലാസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഈ വീഡിയോയുടെ അവസാനത്തെയും അതുപോലെ തന്നെ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞതിൽ വെച്ച ഏറ്റവും അടിപൊളി ആപ്ലിക്കേഷനാണ് ഫിമോ ക്യാം. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഞാനിതിൽ ആഡ് ചെയ്യാനായിട്ടുള്ള ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിതിൽ അവൈലബിൾ ആയിട്ടുള്ള ഫിൽറ്റേഴ്സാണ്. പിന്നെ വരുന്നത് ഈ ആപ്ലിക്കേഷൻ്റെ ഇൻ്റർഫേസാണ്. നിങ്ങൾ ആക്ച്വലി ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക ഒരു ആക്ച്വൽ വിൻറ്റേജ് ക്യാമറ ഡിവൈസ് തന്നെയാണ്. നിങ്ങൾക്കൊരു സ്ക്രീൻ ഉണ്ട്, ഫ്ലാഷ് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, നിങ്ങളുടെ ISO ലെവൽ കാണിക്കുന്നുണ്ട്, പിക്ചർ പ്രൊഫൈൽ കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫ്രണ്ട് ക്യാമിലോട്ടും സ്വിച്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ സൂം ചെയ്യാനായിട്ടൊരു സൂം വീൽ ഉണ്ട്, ഇമേജ് ക്ലിക്ക് ചെയ്യാനും അത് വ്യൂ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. രണ്ടാമത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിതിൽ ഓരോ ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റേതായ ഒരു വിൻറ്റേജ് ക്യാമറയിൽ നിങ്ങൾ കേൾക്കാൻ സാധിക്കുന്ന എല്ലാ ടൈപ്പ് സൗണ്ട് എഫക്ട്സും നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷനിലുണ്ട്. അത് ഫ്ലാഷ് ഓൺ ചെയ്യുമ്പോൾ വരുന്ന സൗണ്ട്, ഇമേജ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു സൗണ്ട് എഫക്റ്റ്, അതുപോലെ തന്നെ ആ ഇമേജ് അല്ലെങ്കിൽ ആ ഫിലിം നിങ്ങളുടെ ക്യാമറയിലോട്ട് സേവ് ആകുമ്പോൾ വേറൊരു സൗണ്ട് എഫക്റ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇതിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് അടിയിൽ നിങ്ങൾക്ക് ഓരോ ടൈപ്പ് ഫിൽറ്റേഴ്സ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അത് ആക്ച്വലി ഓരോ ക്യാമറയുടെ ഫിലിം എഫക്ട്സ് ആണ് നിങ്ങൾക്ക് ഈ
ക്യാമറ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്യാമറ ഫിൽറ്റർ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇമേജസ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഓരോ ക്യാമറയ്ക്കും അതിൻ്റെതായ പ്രോപ്പർട്ടി ഉണ്ടെന്ന് പറയുന്ന പോലെ തന്നെ ഓരോ എഫക്റ്റുകളായിരിക്കും നിങ്ങൾക്ക് ഓരോ ഫിലിം യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഓൾ ഫിലിം സെക്ഷനിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്ച്വലി പുതിയ ഫിൽറ്റേഴ്സ് ട്രൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ പ്രീമിയം ആയിട്ടുള്ള വരുന്ന പ്രോ ഫിൽറ്റേഴ്സ് നിങ്ങൾക്ക് ആക്ച്വലി പർച്ചേസ് ചെയ്ത് യൂസ് ചെയ്യാനായിട്ടും സാധിക്കും. വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണിത്. നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ കൂടി അമർത്തുക. അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ ഫോട്ടോഗ്രാഫി പ്ലേലിസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ ചെക്ക് ചെയ്യാം. ധാരാളം ട്യൂട്ടോറിയൽസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതും കൂടി തീർച്ചയായിട്ടും ചെക്ക് ചെയ്യാം. പുതിയൊരു വീഡിയോയിൽ ഇനിയും കാണാം. അതുവരെ ബൈ.